പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈസ്റ്ററിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ച, പുതുഞായറിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ചിന്താവിഷയം ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവിൻ്റെ മൂന്നാമത്തെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ, ഏതാനും ശിഷ്യന്മാർ ശിമിയോൻ പത്രോസിൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ശിമിയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന്. അപ്പോൾ മറ്റ് ശിഷ്യന്മാരും പറഞ്ഞു, ഞങ്ങളും കൂടെ വരുന്നുവെന്ന്. അങ്ങനെ അവർ തിബരിയാസ് കടൽ തീരത്തേക്ക് പോവുകയും അവർ രാത്രി മുഴുവൻ വല വീശുകയും ചെയ്തു. എന്നാൽ അവർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിബരിയാസ് കടൽ തീരത്ത് കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തു ഒരു മത്സ്യവ്യാപാരിയുടെ വേഷത്തിലാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. അവരോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന്, മീൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴവർ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. ഉടനെ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയെറിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വല വീശി അവർക്ക് എടുത്ത് കയറ്റാൻ പറ്റാത്ത വിധം വല കീറത്തക്ക വിധത്തിൽ മീൻ ലഭിച്ചു. അങ്ങനെ മീൻ വലിച്ച് കയറ്റുന്നതിനിടയിൽ ആ ശിഷ്യന്മാരിൽ ആരും പറഞ്ഞു അത് കർത്താവാണെന്ന്. ഇത് പത്രോസ് കേട്ടപ്പോൾ ഉടനെ തന്നെ ആ മീനിനെ ഉപേക്ഷിച്ചിട്ട് പുറംകുപ്പായം ധരിച്ചുകൊണ്ട് നടുക്കടലിലേക്ക് ചാടി യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് ശിഷ്യന്മാർ പഴയ ജോലിയിലേക്ക് പോയി എന്നൊരു വ്യാഖ്യാനം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അതിനുശേഷം പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും അവരുടെ വിശ്വാസം ക്ഷയിച്ചു പോയിരുന്നു. അതുകൊണ്ട് അവർ പഴയ ജോലിയിലേക്ക് തിരിഞ്ഞുവെന്നാണ് ഒരു വ്യാഖ്യാനം പറയുന്നത്. എന്നാൽ പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ ഇതിനെപ്പറ്റി മനോഹരമായൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. പിതാവ് പറയുന്നത്, പത്രോസിന് ആദ്യമായിട്ട് കർത്താവിനെ കണ്ടുമുട്ടിയ ഇടം കടൽ തീരമായിരുന്നു. അല്ലെങ്കിൽ കടലിൽ മത്സ്യം പിടിക്കുമ്പോഴാണ്, ആ ജോലിയിലായിരുന്നപ്പോഴാണ് കർത്താവിനെ പത്രോസ് കണ്ടുമുട്ടാനായിട്ടിടയായിത്തീർന്നത്. അതുകൊണ്ട് വീണ്ടും കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ വേണ്ടി ആ പഴയ ഓർമ്മ വെച്ചുകൊണ്ട് ആ കടൽ തീരത്തേക്ക് പത്രോസ് പോവുകയാണ് ചെയ്തത് എന്നൊരു മനോഹരമായ വ്യാഖ്യാനം ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ പങ്കുവെക്കുന്നുണ്ട്. എന്തായിരുന്നാലും പത്രോസിന് വീണ്ടും ഒരു എൻകൗണ്ടർ യേശുവുമായിട്ട് ലഭിക്കുന്നതിനത് കാരണമായി തീർന്നു. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ നിന്ന് കുറേ കൊണ്ടുവരിക. അങ്ങനെ കടൽ തീരത്ത് അടുപ്പ് കൂട്ടി അവിടെ മത്സ്യവും അപ്പവും എടുത്ത് അവർക്ക് പ്രാതൽ കഴിക്കുന്ന രംഗമാണ് നമ്മളവിടെ കാണുന്നത്. ഇവിടെ അസ്വാഭാവികമായ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്ന്, കടൽ തീരത്ത് അടുപ്പ് കൂട്ടുക അല്ലെങ്കിൽ തീ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ചെയ്യാറില്ല. അതിൽ അസ്വാഭാവികമായിട്ട് അതിഭൗതികമായിട്ടാണ് അവിടെ തീ ഉണ്ടാകുന്നത്, അടുപ്പുണ്ടാകുന്നത്. അവിടെ വെച്ച് പ്രാതൽ കഴിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് അത്ഭുതകരമായൊരു കാര്യമായിട്ടാണ് പറയപ്പെടുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, യേശു പറഞ്ഞവരോട് വലത്തുവശത്ത് വല വീശുക എന്ന്. യേശുവിൻ്റെ വാക്ക് അനുസരിച്ചപ്പോഴാണ് അവർക്ക് വല കീറുവോളം മീൻ ലഭിച്ചത്. മറ്റൊരു കാര്യം, പത്രോസിന് മീൻ ലഭിച്ചുവെങ്കിലും കർത്താവിനെ കണ്ടതോടുകൂടി അവൻ ആ മീനിൻ്റെ പെരുപ്പവും അതിൻ്റെ ആഹ്ലാദവും എല്ലാം അവന് നഷ്ടപ്പെട്ടു പോയി. അവൻ മീനിനെ ഉപേക്ഷിച്ചിട്ട് കടലിലേക്ക് ചാടി യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ഇവിടെ ഈ കർത്താവിനെ കാണുക, വീണ്ടും ഒരു എൻകൗണ്ടർ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പത്രോസ് കടൽ തീരത്തേക്ക് വന്നത് എന്ന വ്യാഖ്യാനത്തെ ഇത് ശക്തിപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെയും, പ്രാതൽ കഴിഞ്ഞ ശേഷമുള്ള സംഭവങ്ങളാണ് 15 മുതൽ ഉള്ള വാക്യങ്ങളിൽ, ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും രണ്ടാമതും മൂന്നാമതും പത്രോസിനോട് ഇതുതന്നെ കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം കർത്താവ് പത്രോസിനോട് പറയുന്ന കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന്. എന്നോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന നിർദ്ദേശമാണ് പത്രോസിന് നൽകുന്നത്. അജപാലന ദൗത്യം പത്രോസിനെ ഭരമേൽപ്പിക്കുന്ന മനോഹരമായ രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 3 പ്രാവശ്യം പത്രോസിനെ കൊണ്ട് കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ഏറ്റുപറയിപ്പിക്കുന്നുണ്ട്. ഇതൊരു സുഹൃത ജപമായിട്ട് പിന്നീട് സഭയിൽ നമ്മൾ കാണുന്നു. കർത്താവെ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, കർത്താവെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന്
പത്രീക്കിസ്തുമാരും മാർപ്പാപ്പമാരും അങ്ങനെ സഭാതലവന്മാരുടെ എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത ജപമായിട്ട് ഇതിനെ രൂപാന്തരപ്പെടുകയും ചെയ്തു. പത്രോസിനെ കൊണ്ട് കർത്താവ് ഏറ്റുപറയിപ്പിച്ച ഒരു സുഹൃത ജപമാണ് കർത്താവെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത്. ഇന്ന് വളരെ പ്രചാരം നേടിയ ഒരു സുഹൃത ജപമായിട്ടത് മാറിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ ഇതാ പഴയ നിയമ വായനയിൽ നമ്മൾ ഈ ആഴ്ചയിൽ വായിച്ചിരുന്ന വേദഭാഗം മോശയിലൂടെ ഇതാ പിതാവായ ദൈവം, യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ കടത്തിക്കൊണ്ടു പോകുമ്പോൾ ആ ചെങ്കടൽ കടന്നതിന് ശേഷം മോശയോട് വീണ്ടും പറയുന്നു, ഈ കടലിൻ്റെ നേരെ കൈ നീട്ടുക എന്ന് പറയുമ്പോൾ ഇതാ ആ കടൽ വെള്ളം ഈജിപ്തുകാരെ മുക്കിക്കളയുന്ന രംഗമാണ് നമ്മൾ വായിക്കുന്ന പുറപ്പാട് പുസ്തകത്തിൽ നിന്ന്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ജോഷുവ ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കാനായിട്ട് ഇസ്രായേൽ ജനത്തെ സഹായിക്കുന്ന ജോഷുവയും ലേവ്യ പുരോഹിതന്മാരും പട്ടണത്തിന് ചുറ്റും 7 വലം വയ്ക്കുമ്പോൾ ഇത് പട്ടണത്തെ പിടിച്ചെടുക്കാനായിട്ട് അവർക്ക് കഴിയുന്ന രംഗമാണ് വീണ്ടും നമ്മൾ വായിച്ച് കേൾക്കുന്നത്. വീണ്ടും സ്ലീഹ വായനയിൽ നമ്മൾ കാണുന്നത് എഫെസർക്ക് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ സംഭവങ്ങൾ ഈ വായനകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. പത്രോസിനെ അജപാലന ദൗത്യം ഏൽപ്പിച്ചു. വീണ്ടും പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ ദൈവം രക്ഷിച്ചത് ഇതാ ഈജിപ്തുകാരെ വെള്ളത്തിൽ മുക്കിയും അതുപോലെ ഒരു പട്ടണം പിടിച്ചെടുത്തുമെല്ലാം ഇസ്രായേൽ ജനം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതാ പൗലോസ്ലീഹ പറയുന്ന ഒരു ലേഖനം, എഫെസർക്ക് ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എഫെസർ 6-10 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടും സ്വർലോകങ്ങളിൽ വസിക്കുന്ന ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് സർവവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കേണ്ടതിന് നാം ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുകയും സത്യം കൊണ്ട് അരമുറുക്കിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിൽ ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും സർവോപരി ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുക്കുകയും രക്ഷയെന്ന ശിരസ്ത്രവും ദൈവോധനം എന്ന ആത്മാവിൻ്റെ വാളും ധരിക്കുകയും. വീണ്ടും പ്രാർത്ഥനയെക്കുറിച്ചാണ് പിന്നീട് അപ്പസ്തലൻ പറയുന്നത്. തൻ്റെ വായ് തുറക്കുമ്പോൾ വചനം ലഭിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നുകൂടി പൗലോസ്ലീഹ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെയും അജപാലന ദൗത്യം പത്രോസിനെ ഏൽപ്പിച്ചതിന് ശേഷം സഭയുടെ ദൗത്യ നിർവഹണം എങ്ങനെയായിരിക്കണം, പുതിയ നിയമസഭയുടെ ദൗത്യ നിർവഹണം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വായനകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ പഴയ നിയമത്തിൽ നിന്ന് 2 വായനകൾ നമ്മൾ ശ്രദ്ധിച്ചു. ഒന്ന്, മോശ കൈ നീട്ടിയപ്പോൾ ചെങ്കടൽ വീണ്ടും ഒന്നായിത്തീരുകയും ഈജിപ്തുകാർ ഇസ്രായേൽ ജനത്തെ പിന്തുടർന്നു വന്ന ഈജിപ്തുകാർ അവരുടെ രഥങ്ങളും ജനങ്ങളുമെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ചിത്രം. ജെറിക്കോ മതിൽ തകർത്ത് ജെറിക്കോ പട്ടണത്തെ പിടിച്ചെടുക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ചിത്രം ജോഷുവയിലൂടെ. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം പുതിയ നിയമസഭയുടെ ദൗത്യ നിർവഹണത്തെക്കുറിച്ച് അപ്പസ്തലനായ പൗലോസ് എഫെസർ 6-10 മുതലുള്ള വാക്യങ്ങൾ പറയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പുതിയ നിയമസഭയുടെ പോരാട്ടം എന്ന് പറയുന്നത് ജഡരക്തങ്ങളോടുള്ള പോരാട്ടമല്ല. അത് കേവലം ഭൗമികമായ സുഖസൗകര്യങ്ങളുടെ അല്ലെങ്കിൽ ഭൗമികമായ പോരാട്ടങ്ങളുടെ മേഖലയല്ല. ശത്രുവിനെ കീഴടക്കാൻ വേണ്ടി നമ്മൾ ശത്രുവിനെ നേരിട്ട് എതിർക്കുന്നില്ല. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ശത്രുവായിരുന്ന ഈജിപ്തുകാരെ വെള്ളത്തിൽ മുക്കിക്കൊന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ജോഷുവയുടെ നേതൃത്വത്തിൽ ലേവ്യ പുരോഹിതന്മാർ പട്ടണത്തിന് വലം വെച്ചപ്പോൾ 7 വലം വെച്ചപ്പോൾ അവർ ആ പട്ടണം പിടിച്ചടക്കിയതിൻ്റെ കഥ വായിക്കുന്നുണ്ട്. എന്നാൽ നശിപ്പിക്കലിൻ്റെയും പിടിച്ചെടുക്കലിൻ്റെയും ആ പഴയ നിയമ ചരിത്രം അവസാനിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിൽ വസിക്കുന്ന ദുഷ്ടാത്മസേനയോടും അത്രയെന്നാണ്. അപ്പോൾ ശത്രുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ശത്രുവിനെ, പിശാചിനെ കുരിശിൽ നിഷ്കാസിതമാക്കി കളഞ്ഞു. അതുകൊണ്ട് അവൻ്റെ തലയെ തകർത്ത് കളഞ്ഞു. ഇനി നമുക്ക് ആ തകർക്കപ്പെട്ട ശക്തിയോടുള്ള പോരാട്ടമാണ് നമുക്കുള്ളത്. ഇതാ പിശാചിനെ ജയിക്കാനായിട്ട് നമുക്ക് സർവായുധവർഗം എടുത്തുകൊണ്ടാണ്. നമ്മുടെ ശത്രു ഇന്ന് പിശാചാണ്, ലോകത്തിലെ ഒരു മനുഷ്യനല്ല. ജഡപ്രകാരമുള്ള മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളല്ല. പുതിയ നിയമസഭയുടെ ശത്രു എന്ന് പറയുന്നത് ഇത് ദുരാത്മാവാണ്, ദുഷ്ടാത്മസേനയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഈ വേദഭാഗത്ത് ഈ വചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ദുഷ്ടാത്മസേനയോടുള്ള യുദ്ധം ജയിക്കേണ്ടത് സർവായുധവർഗം എടുത്തുകൊണ്ടാണ്. സത്യം കൊണ്ട് അരമുറുക്കിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിലൊടുക്കം കാലിന് ചെരുപ്പാക്കിയും സർവോപരി ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുവിൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും ഇരിക്കുവിൻ. എഫെസർ 6-10 മുതലുള്ള തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, സത്യം കൊണ്ട് അരമുറുക്കുക. അതുകൊണ്ട് സത്യത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, വ്യാജമാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ പിശാചിന് നമ്മുടെ മേൽ അധികാരമുണ്ടാകുന്നു. അവനെ എതിർക്കാൻ നമുക്ക് സാധിക്കില്ല.
നീതി എന്ന കവചം ധരിക്കുക. ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ കണക്കിലെടുക്കണം. നമ്മുടെ നീതി സ്ഥാപിക്കാനല്ല, ദൈവത്തിൻ്റെ നീതിയെ തേടുവാനായിട്ട് നമുക്ക് കഴിയണം. ശത്രുവിനെ സ്നേഹിക്കുന്നതും പാപിയെ സ്നേഹിക്കുന്നതും പാപത്തെ വെറുക്കുന്നതും ആണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. ആ നീതിയെ നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് സത്യം കൊണ്ട് അരമുടക്കിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിൽ ഒരുക്കം കാലിന് ചെരുപ്പാക്കുക. എന്താണ് സമാധാന സുവിശേഷം എന്ന് പറയുന്നത്? നാം ചെല്ലുന്നിടത്തെല്ലാം, നമ്മുടെ കാല് പതിക്കുന്നിടത്തെല്ലാം സുവിശേഷത്തിൻ്റെ പ്രസരണം നമുക്കുണ്ടാവുക. അത് കേവലം പ്രഘോഷിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിത സാക്ഷ്യം കൊണ്ട് സുവിശേഷത്തെ പ്രഘോഷിക്കാനായിട്ട് കഴിയട്ടെ. സമാധാന സുവിശേഷത്തിൽ ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും സർവോപരി ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെ എടുക്കാൻ തക്കതായ വിശ്വാസം. പിശാചിനെ എതിർക്കാൻ വേണ്ടി നമുക്ക് വിശ്വാസം ആവശ്യമുണ്ട്. ആ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ ബലിയിലൂടെ, സഹനത്തിലൂടെയും ക്ഷമയിലൂടെയും പിശാചിൻ്റെ തലയെ തകർത്തു. നമ്മുടെ പാപങ്ങൾക്ക്, മാനവരാശിയുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു. ഇനി പാപത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് പിശാചിന് നമ്മൾ അധികാരമെടുക്കാൻ കഴിയുകയില്ല. നമ്മുടെ പാപങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ട് ഒരു പൊതുവഴി തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാ ജന്മപാപത്തിൽ നിന്ന്, ആദാമ്യ പാപത്തിൽ നിന്ന് മനുഷ്യൻ മോചനം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി പാപത്തിൻ്റെ പേര് പറഞ്ഞ് പിശാചിന് നമ്മുടെ മേൽ അധികാരമെടുക്കാൻ കഴിയുകയില്ല. ഇത് വിശ്വാസമാണ്, ദുഷ്ടൻ്റെ തീയമ്പുകൾ കെടുക്കാൻ തക്കതായ വിശ്വാസമെന്ന് പൗലോസ്ലീഹ പറയുന്നത്. വീണ്ടും പറയാണ്, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും ധരിക്കുവിൻ, എപ്പോഴും പ്രാർത്ഥനാ നിരതരായിരിക്കുവിനെന്നും പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വലിയ സത്യം ഇതാണ്. പുതിയ നിയമസഭയുടെ അജപാലന ദൗത്യം അത് ഒരു അദൃശ്യ ലോകത്താണ് കൂടുതലായിട്ട് നമുക്ക് നിർവഹിക്കാനുള്ളത്. സഭ തന്നെ ദൃശ്യലോകത്തും അദൃശ്യലോകത്തും ഒരുപോലെ വ്യാപരിക്കുന്നതാണ് തിരുസഭ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സഭ എന്ന് പറയുന്നത്, ഈ ലോകത്ത് ഭൗമിക സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭൗമിക ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ജഡപ്രകാരം പോരാടേണ്ടവരല്ല. അദൃശ്യശക്തിയായ പിശാചിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൃശ്യലോകത്ത് ആധിപത്യമെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ജെറിക്കോ പട്ടണത്തെ തകർത്തതുപോലെയല്ല, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ആ ചെങ്കടലിൽ പിളർന്ന് അവർ പുറത്തേക്ക് വന്നു. എന്നാൽ ഈജിപ്തുകാർ വെള്ളത്തിൽ മുക്കി കൊല്ലപ്പെട്ടു എന്നുള്ള ആ ഭൗമികമായ മേഖലയിലേക്കല്ല നമുക്ക് വരാനായിട്ടുള്ളത്. പിശാചിനെ തകർത്ത് കഴിയുമ്പോൾ ഇതാ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ള കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് മത്തായി സുവിശേഷം 6:33 കർത്താവ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക. ആത്മീയരായി മാറുന്നതോടുകൂടി ഭൗമികമായ എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവം ക്രമീകരണങ്ങൾ വരുത്തുമെന്ന വലിയ സത്യത്തിലേക്ക് ആണ് ഈ വേദഭാഗങ്ങൾ വിരൽ ചൂണ്ടുന്നത്. പുതിയ നിയമസഭയുടെ ദൗത്യ നിർവഹണത്തെ മറന്നുപോകാൻ ഇടയാകാത്ത വിധം കേവലം ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം വ്യാപരിക്കാതെ ആത്മീയമായ മേഖലകളിലേക്ക് സഭയുടെ ദൗത്യ നിർവഹണം മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഈ നോമ്പിന് ശേഷമുള്ള, ഈസ്റ്ററിന് ശേഷമുള്ള ഈ ഞായറാഴ്ചയിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.